ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് എടുക്കാൻ പോണത് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡ് ശേഷമുള്ള ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് റിപ്പോർട്ടിംഗ് ഡേറ്റ് നോക്കാം. റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ബാലൻസ് ഷീറ്റ് 1 ഇയറിലേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യണത്. അത് 1 ഏപ്രിൽ ടു 31 മാർച്ചോ അല്ലെങ്കിൽ കലണ്ടർ ഇയർ, അതായത് 1 ജനുവരി ടു 31 ഡിസംബർ വരെയോ, ഇങ്ങനെ 2 ഡേറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് 1 ഏപ്രിൽ ടു 31 മാർച്ച്, അല്ലെങ്കിൽ 1 ജനുവരി ടു കലണ്ടർ ഇയർ. കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന കലണ്ടർ ഇയറോ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ്. ഈ ടൈമിൽ നമ്മളിപ്പോൾ 31 മാർച്ചിലാണെങ്കിൽ നമ്മൾ മാർച്ചിൽ കൊണ്ടുപോയി നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, നമ്മൾ ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. പക്ഷേ ഈ ബാലൻസ് ഷീറ്റ് അപ്രൂവൽ കിട്ടുന്നത് ചിലപ്പോൾ മാർച്ചിലായിരിക്കില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും സമയത്തായിരിക്കും. ഇപ്പോൾ മാർച്ചിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരുന്നത്, മാർച്ചിലാണ്. നമ്മൾ മെയ്യിലാണ് നമ്മുടെ അപ്രൂവൽ കിട്ടുന്നത്. അപ്രൂവൽ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്ത് ഓഡിറ്റേഴ്സൊക്കെ നോക്കി അത് കറക്റ്റാണോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഫൈനലായിട്ട് അപ്രൂവ് കിട്ടുന്നതാണ് ആ ഡേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏപ്രിലിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് നടക്കും. അതായത് അത് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡാണ്. നമ്മൾ റിപ്പോർട്ട് വെച്ചു, അതിന് ശേഷമാണ് ആ ഇവൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ദർ ഈസ് ഓൾവേസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 ഏപ്രിൽ ടു 31 മാർച്ച്, അല്ലെങ്കിൽ കലണ്ടർ ഇയർ 1 ജനുവരി ടു 31 ഡിസംബർ. നമുക്കറിയാലോ 1 ഇയർ പീരീഡിലേക്കുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ 31 മാർച്ചിനാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇതിന് അപ്രൂവൽ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ജൂണിലായിരിക്കും അപ്രൂവൽ കിട്ടുക. അപ്പോൾ മാർച്ച് ടു ജൂൺ വരെയുള്ള ആ ഒരു ടൈമില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് ഈവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. ഈവൻ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ സബ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇവൻറ്റ്സ്, അതാണ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദിസ് ഗ്യാപ്പ് ഓഫ് ടൈം സം ഇവൻറ്റ്സ് ഷാൽ ടേക്കൻ പ്ലേസ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ടൈമിൽ ചില ഇവൻറ്റ്സ് ഒക്കർ ചെയ്യും. സച്ച് ഇവൻറ്റ്സ് ആർ കോൾഡ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. കിട്ടിയില്ലേ? അതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ദസ് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ഹാപ്പൺ ഇൻ ദ പീരീഡ് സ്റ്റാർട്ടിംഗ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ 31 മാർച്ച് ടു 1 ഏപ്രിൽ ടു 31 മാർച്ച്, അല്ലെങ്കിൽ അതാണല്ലോ അതാണല്ലോ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ 31 മാർച്ചിന് ശേഷം വരുന്ന ആ ഒരു സംഭവങ്ങളെയാണ് നമ്മൾ ഈവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് എൻഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവൽ കിട്ടുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റിൻ്റെയും ഇടയിലുള്ള ആ ടൈമിനെ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് നമുക്കറിയാം 1 വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഈ 1 വർഷം കഴിഞ്ഞാൽ 31 മാർച്ചിന് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് കൊടുക്കണം. പക്ഷേ ആ ഡേറ്റിൽ തന്നെ അതിൻ്റെ അപ്രൂവൽ കിട്ടില്ല, അത് വേറെ ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റ് പീരീഡും അതുപോലെ തന്നെ അപ്രൂവൽ കിട്ടുന്ന ആ ഡേറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളും കൂടി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ക്ലിയർ ആവും. എ കമ്പനി പ്രിപ്പയേഴ്സ് ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് ഓൺ 31 മാർച്ച് 2020 ബാലൻസ് ഷീറ്റ് വയ്ക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് അപ്രൂവൽ കിട്ടുന്നത് 31 ജൂലൈ 2020. അപ്പോൾ നോക്കിയേ, 3 to 7 4 5 6 7 ഒരു 4 മന്ത്സിൽ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് വെക്കുന്ന ദിവസം.
ഇതാണ് അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന ദിവസം. ഈ 31 മാർച്ച് 2020ക്കും 31 ജൂലൈ 2070യുടെയും ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. എനി ഇവൻറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ 31 മാർച്ച് 2020 ആൻഡ് 31/7/2020 ഈസ് കോൾഡ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. ക്ലിയർ ആയില്ലേ? 3 to 7 4, 5, 6, 7 ആ 4 monthsൽ നടക്കുന്ന ഇവൻറ്റ്സിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു പ്രിസ്ക്രൈബ് വെൻ ആൻ എൻറ്റിറ്റി ഷുഡ് അഡ്ജസ്റ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം അവർ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദ ഡിസ്ക്ലോഷർ ദാറ്റ് ആൻ എൻറ്റിറ്റി ഷുഡ് ഗീവ് അബൌട്ട് ദ ഡേറ്റ് when the financial statement is approved and about events after the reporting period. അതായത് ഡിസ്ക്ലോഷേഴ്സ് ദാറ്റ് ആൻ എൻറ്റിറ്റി ഷുഡ് ഗീവ് അബൌട്ട് ദ ഡേറ്റ് വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആ ദിവസമായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവൽ കിട്ടുന്നത്. ആൻഡ് അബൌട്ട് ഈവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡിനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്ന ദിവസവും തമ്മിലുള്ള ഗ്യാപ്പിൽ നടക്കുന്ന ഇവൻറ്റ്സിൻ്റെ ഡിസ്ക്ലോഷറും ആയിരിക്കും നമ്മുടെ അക്കൗണ്ട്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡിൽ വന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഡെഫിനിഷനാണ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. എന്താണ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് ആർ ദോസ് ഇവൻറ്റ്സ് ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. ചിലപ്പോൾ ഈ ഗ്യാപ്പിൽ വരുന്ന ഇവൻറ്റ്സ് ചിലപ്പോൾ അത് ഫേവറബിൾ ആയിരിക്കും, കമ്പനിക്ക് ഫേവറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത് കമ്പനിക്ക് അൺഫേവറബിൾ ആയിരിക്കും. അതാണ് പറയുന്നത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. ദാറ്റ് ഒക്കെയർ ബിറ്റ്വീൻ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആൻഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ്. ദർ ആർ 2 type ഓഫ് ഇവൻറ്റ്സ്. നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡിൽ 2 ടൈപ്പ് ഐറ്റംസ് പറയുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ദീസ് ആർ ഇവൻറ്റ്സ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡ് അവസാനത്തിൽ നമുക്ക് ഇവൻറ്റ്സ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിന് പറ്റിയ എവിഡൻസും കണ്ടീഷൻസും ഒക്കെ ഉള്ള കേസുകളിലെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ്, നേരത്തെ പറഞ്ഞത് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. അതായത് മെയിൻ ഇവൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഉണ്ടാവണം? സപ്പോർട്ട് ചെയ്യാനായിട്ട് എവിഡൻസ് ഒക്കെ വേണം. നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ് വരുമ്പോൾ ദർ ആർ ഇവൻറ്റ്സ് ദാറ്റ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് കണ്ടീഷൻസ്. അത് കണ്ടീഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ദാറ്റ് ആർ സബ്സിക്വൻറ്റ് ടു റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡ് സബ്സിക്വൻ്റ് ആയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ എവിഡൻസോ അല്ലെങ്കിൽ കണ്ടീഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സിന് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിലേക്കും കുറവായിരിക്കും. ഇത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. മിസ്റ്റർ രാജൻ ഈസ് ബീയിങ് സ്യൂഡ് ഫോർ യൂസിങ് കോപ്പി റൈറ്റ് ഓഫ് മിസ്റ്റർ മധു. മിസ്റ്റർ മധുവിൻ്റെ കോപ്പിറൈറ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മിസ്റ്റർ രാജൻ കേസിന് പോയി. ദിസ് ഈസ് ഡിനൈഡ് ബൈ മിസ്റ്റർ രാജൻ. മിസ്റ്റർ രാജൻ അത് ഡിനൈ ചെയ്തു. രാജൻ ഷോസ് ഓൺലി എ കണ്ടിജൻറ്റ് ലൈബിലിറ്റി ഇൻ ഹിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020 ഒരു കണ്ടിജൻറ്റ് ലൈബിലിറ്റിയാണ് വെൻഡർ ചെയ്തിരുന്നത്. ഓൺ 25/4/2020 Court award damages of 25 lakh against Mr. Rajan. The financial statement were approved on. Financial statement approve ചെയ്തത് 28/6/2020 നമ്മളത് സബ്മിറ്റ് ചെയ്തത് 31 മാർച്ച് 2020. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വെദർ ദർ ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആൻഡ് വൈ. ഇവിടെ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇൻ ദിസ് കേസ് ഇവൻറ്റ് ഈസ് ഒക്കേഡ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. ഞാൻ പറഞ്ഞില്ലേ, റിപ്പോർട്ട് ചെയ്ത് 31 മാർച്ച് 2020 അത് അപ്രൂവ് ചെയ്ത് 28/6/2020 ദിസ് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് കണ്ടീഷൻ എക്സിസ്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിപ്പോർട്ടിംഗ് പീരീഡ്. നമ്മൾ ഇതിനെ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് എന്ന് പറയുക. അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുക. കാരണം ഇത് നമുക്ക് പറ്റിയൊരു തെളിവും അല്ലെങ്കിൽ കണ്ടീഷൻസും ഉള്ള കാരണം തന്നെ ഇതിനെ നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നാണ് പറയുക.
അപ്പോൾ 2 തരത്തിലുള്ളത് പറഞ്ഞു. അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡിൽ നമ്മുടെ ഒരു ഇവൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എവിഡൻസും കണ്ടീഷൻസും ഉണ്ടാകും. മറ്റേ കേസ് വരുമ്പോൾ നമുക്ക് എവിഡൻസ് സപ്പോർട്ട് ഉണ്ടാകും, പക്ഷേ ഈ ഐറ്റത്തിൻ്റെ അത്ര ഉണ്ടാവില്ല. ക്ലിയർ ആയില്ലേ? ഇനി ഏതൊക്കെ ഐറ്റംസാണ് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്? റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം വരുന്ന നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എ മേജർ ബിസിനസ് കോമ്പിനേഷൻ ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓർ ഡിസ്പോസൽ ഓഫ് എ മേജർ സബ്സിഡറി. എ മേജർ ബിസിനസ് കോമ്പിനേഷൻ ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, ബാലൻസ് ഷീറ്റിൽ ശേഷം വരുന്ന ബിസിനസ് കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ ഡിസ്പോസിങ് ഓഫ് മേജർ സബ്സിഡറി, ഏതെങ്കിലും മേജറായിട്ടുള്ള സബ്സിഡറി അത് ഡിസ്പോസ് ചെയ്തറിയാം. മേജർ പർച്ചേസ് ആൻഡ് ഡിസ്പോസിബിൾ ഓഫ് അസറ്റ് ഓർ എക്സ്പ്ലോറേഷൻ ഓഫ് മേജർ അസറ്റ്സ് ബൈ ദ ഗവൺമെൻറ്. മേജർ പർച്ചേസസ് അത് റിപ്പോർട്ട് ഡേറ്റിന് ശേഷം വരുന്ന മേജർ പർച്ചേസസ് അല്ലെങ്കിൽ അസറ്റ് വിൽക്കുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സിൽ വരും. നെക്സ്റ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് മേജർ പ്രൊഡക്ഷൻ പ്ലാന്റ്സ് ബൈ ഫയർ, തീയൊക്കെ വന്നുകൊണ്ട് ഏതെങ്കിലും മേജർ പ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ ഐറ്റംസും നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ വരണം. നെക്സ്റ്റ് അനൗൺസിങ് ഓർ കമൻസിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ മേജർ റിസ്ട്രക്റ്റിംഗ്, അതായത് മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സിൽ വരണം. അബ്നോർമലി ലാർജ് ചേഞ്ചസ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ വരുന്ന ശേഷം വരുന്ന ലാർജ് ചേഞ്ചസ് അതും നമ്മുടെ ഇതിൽ വരണം. പിന്നെ ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് ലോ ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതും നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സിൽ വരണം. നെക്സ്റ്റ് ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ ചേഞ്ചസ് വന്നെങ്കിൽ ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ കാര്യങ്ങൾ നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സിൽ വരണം. നെക്സ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ് എന്തെങ്കിലും ഈ ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് സബ്മിഷന് ശേഷം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്? ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആൻഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അപ്രൂവ്ഡ്. ആ 2 ഡേറ്റുകളും തമ്മിലുള്ള ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നോട്ടൊക്കെ എഴുതുക. ഡൗട്ടുള്ളവർ എന്നെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.